എല്ലാ ഗർഭിണികളുടെയും ആഗ്രഹം പ്രസവം സുഖപ്രസവമായിരിക്കണം എന്നാണ്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരാറുണ്ടല്ലോ. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? ഗർഭിണികളുടെ മാത്രമല്ല ഡോക്ടർമാരുടെയും ആഗ്രഹം സുഖപ്രസവം നടക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് സിസേറിയൻ്റെ ആവശ്യകത വരാറുണ്ട്. അത് അമ്മയുടെ ആരോഗ്യത്തിനോ കുട്ടിയുടെ ആരോഗ്യത്തിനോ എന്തെങ്കിലും തരത്തിൽ അപകടം വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ സിസേറിയനിലേക്ക് തിരിയുന്നത്. ഈ സിസേറിയനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എമർജൻസി ആയിട്ട് ചെയ്യുന്ന സിസേറിയൻ എന്നും രണ്ട് എലക്റ്റീവായിട്ട് ചെയ്യുന്ന സിസേറിയൻ എന്നും. എലക്റ്റീവായിട്ട് ചെയ്യുന്ന സിസേറിയൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് പ്രസവവേദന വരുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ് തികഞ്ഞിരിക്കുന്ന ഒരു പേഷ്യനെ ചില കാരണങ്ങൾ കൊണ്ട് പ്രസവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ കുട്ടിയുടെ കിടപ്പ് 9-ാം മാസത്തെ സ്കാൻ എടുത്ത് നോക്കി കുട്ടിയുടെ കിടപ്പ് തിരിഞ്ഞാണ്, അതായത് ബ്രീച്ച് പൊസിഷനിലാണ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പൊസിഷനിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറിക്ക് അല്ലെങ്കിൽ സുഖപ്രസവത്തിന് വെക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പിന്നെ മറുപിള്ളയുടെ പൊസിഷൻ, പ്ലസൻ്റ പ്രീവിയ മറുപിള്ളയുടെ പൊസിഷൻ താഴെയാണെങ്കിൽ നോർമലിന് വെക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ തൂക്കം വെയിറ്റ് കൂടുതലാണ്, 3.5 കിലോയുടെ മുകളിലാണ് നമ്മൾ സ്കാൻ വെയിറ്റ് ഉണ്ട്, അതായത് പരിശോധിച്ച് നോക്കുമ്പോൾ വയ്ക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ആ കേസിൽ ഉണ്ടാകുന്നത്. പിന്നെ കുട്ടിയുടെ പൊക്കിൾക്കൊടി 2 തവണ കൂടുതൽ ചുറ്റിക്കിടക്കുകയാണ്, ടൈറ്റായിട്ട് പൊക്കിൾക്കൊടി ചുറ്റിക്കിടക്കുകയാണെങ്കിലും നമുക്ക് നോർമലായിട്ട് വെക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ പൊക്കിൾക്കൊടി ചുറ്റിക്കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം വെച്ചാൽ നമ്മൾ ലാസ്റ്റ് മാസത്തെ സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. സിംഗിൾ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഒറ്റ ചുറ്റലാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാം. നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഹൃദയമിടിപ്പ് കുറയുകയാണെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യും. ട്വിൻ പ്രഗ്നൻസികളിൽ സിസേറിയൻ്റെ ആവശ്യമുണ്ടോ? ട്വിൻ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഡയറക്റ്റ് ഒരു ഓപ്പറേഷൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ കുട്ടിയുടെ പൊസിഷൻ, അപ്പോൾ ആദ്യത്തെ കുട്ടി, 2 കുട്ടികളുണ്ടല്ലോ, അപ്പോൾ ഏറ്റവും താഴെയുള്ള കുട്ടിയുടെ പൊസിഷൻ തിരിഞ്ഞാണ് കിടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ഒരു സിസേറിയൻ്റെ ആവശ്യകത വരുന്നുള്ളൂ. എമർജൻസി സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? എമർജൻസി സാഹചര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നോർമൽ ഡെലിവറിക്ക് നമ്മൾ പേഷ്യൻ്റ് പെയിൻ വന്നു, പെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, നോർമൽ റേറ്റിൽ വികാസം വരുന്നില്ല, എന്തെങ്കിലും തരത്തിലുള്ള കുട്ടി മഷി ഇടുന്ന ഒരു സാഹചര്യം വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കുറയുന്നു. നമ്മൾ ഡെലിവറി നടക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് ഒരു മെഷീൻ വെച്ചിട്ട് CTG എന്ന് പറയും, ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ നോക്കും. അതിൽ എപ്പോഴെങ്കിലും ഒരു കുറവ് വരികയാണെങ്കിൽ ഉടൻ തന്നെ എമർജൻസി സിസേറിയൻ ചെയ്യേണ്ടി വരും. പിന്നെ പെട്ടെന്ന് ബ്ലീഡിങ് വരുന്നു, അതായത് മറുപിള്ള വിട്ടുപോകുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉടൻ തന്നെ എമർജൻസി ആയിട്ട് നമ്മൾ സിസേറിയൻ ചെയ്താൽ മാത്രമേ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടിയുടെ സാഹചര്യം മോശമാകുന്നു എന്ന് തോന്നുന്ന കണ്ടീഷനിൽ മാത്രം ചെയ്യുന്ന സിസേറിയനെയാണ് നമ്മൾ എമർജൻസി സിസേറിയനായിട്ട് ഗ്രൂപ്പിൽ പെടുത്തുന്നത്. ഓക്കെ.